ആഗോള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് നാളെ റിയാദിൽ തുടക്കമാകും. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 400 പേർ പരിപാടിയിലെ 150ഓളം സെഷനുകളിൽ സംസാരിക്കും. മീഡിയ വൺ ഉച്ചകോടിയിൽ മാധ്യമ പങ്കാളിയായി പങ്കെടുക്കുന്നുണ്ട്. റിയാദ് കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് AI സമ്മിറ്റ്. 100 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം AI വിദഗ്ധരും ശാസ്ത്രജ്ഞരും മന്ത്രിമാരും പങ്കെടുക്കും. മാനവികതയുടെ ഉന്നമനത്തിനായി AI പ്രയോജനപ്പെടുത്തുക എന്ന പ്രമേയത്തിലാണ് പരിപാടി. സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയാണ് സംഘാടകർ. ونحن نهدف أن نغطي خلال هذا الحدث الاستثنائي الذكاء الاصطناعي من خلال 3 محاور رئيسية، وعبرنا عنها في شعار القمة Gain Global AI Summit Now Next Never. 8 വിഭാഗങ്ങളായാണ് AI ഉച്ചകോടിയെ തിരിച്ചിട്ടുള്ളത്. ജനറേറ്റീവ് AI ഉൾപ്പെടെയുള്ളവ സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ചയാകും. ലോകത്തെ വിവിധ രാജ്യങ്ങളുമായി 70 കരാറുകളും ഉച്ചകോടിയിൽ ഒപ്പിടും. القمة الحالية تشهد كما ذكرنا 456 متحدث من أنحاء العالم سيتحدثوا من خلال 150 جلسة مختلفة. أغلقنا التسجيل البارح، وصل عدد المسجلين 32,000 مسجل يرغبون في الحضور للقمة. മീഡിയ വണ്ണിനെ മാധ്യമ പങ്കാളിയായി സംഘാടകർ ക്ഷണിച്ചിരുന്നു. മീഡിയ വണ്ണിന്റെ പവലിയനും നാളെ മുതൽ 3 ദിനം നീളുന്ന AI ഉച്ചകോടിയിലുണ്ടാകും. സൗദി കിരീടാവകാശിയുടെ മേൽനോട്ടത്തിൽ സൗദിയിൽ വെച്ച് നടത്തപ്പെടുന്ന ഗ്ലോബൽ AI സമ്മിറ്റിന്റെ ഔദ്യോഗിക മാധ്യമ പങ്കാളിയാകാൻ മീഡിയ വണ്ണിന് ക്ഷണം ലഭിച്ചു എന്നത് ഏറെ അഭിമാനകരമായ സംഗതിയാണ്. നേരത്തെ തന്നെ ആഗോള നിക്ഷേപ സംഗമമായ FII, ആഗോള മാധ്യമ എക്സിബിഷനായ FOMEX പോലുള്ള വിവിധ അന്താരാഷ്ട്ര വേദികളിൽ മീഡിയ വണ്ണിൻ്റെ സാന്നിധ്യം നേരത്തെ തന്നെ ഉറപ്പിക്കാനും മീഡിയ വണ്ണിന് സാധിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള AI വിദഗ്ധരും ഗവേഷകരും ബിസിനസ് ലീഡേഴ്സും പങ്കാളികളാവുന്ന ഒരു സമ്മിറ്റാണ് ഗ്ലോബൽ AI സമ്മിറ്റ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ പുതിയ തുടക്കമാണ് ഈ സമ്മിറ്റ് എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. وعلى الرغم من تشابه بين الذكاء البشري والاصطناعي في القدرة على التعلم والتواصل وحل المشكلات، إلا أن الذكاء البشري سيبقى متميزا في الوعي الذاتي بما نملكه من أحاسيس وذكاء عاطفي وتفكير نقدي، وفي القدرة على الإبداع والابتكار. ومن جوانب العلاقات التكاملية بين الذكاء البشري والاصطناعي AI രംഗത്തെ എത്തിക്സ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ച തുടരും. طبعا ذكرنا انه التطورات اللي صارت في مجال الذكاء الاصطناعي هي اشبه بثوره حقيقه، وراح تمس حياتنا في كل مناحي الحياه، من المكان اللي نجلس فيه الى مكان السياره اللي نقودها وخلافه. لذلك من الضروري جدا ഗതാഗതം, നഗരരൂപകൽപ്പന, മാനസികാരോഗ്യം, റിസോഴ്സ് മാനേജ്മെന്റ് എന്നിവയിലെ AI ഉപയോഗവും ചർച്ചയാകും. അഫ്താബ് റഹ്മാൻ, മീഡിയ വൺ, റിയാദ്.